നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. സഫലമീ ജീവിതം എന്ന ടൈറ്റിലാണ് ഈ എപ്പിസോഡ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് അവൻ്റെ വിവാഹത്തിനും അവൻ നായകനാകുന്നത് മറ്റൊന്നായി അവൻ്റെ മരണത്തിലുമാണ്. അപ്പോൾ വിവാഹത്തിൽ നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്നു, നമ്മളെല്ലാവരെയും അടുത്തറിയുന്നു. മരണത്തിലോ ആര് വരുന്നു ആര് പോകുന്നു എന്ന് ആരും അറിയുന്നില്ല, ആ ദേഹവും. അപ്പോൾ ഇതൊരു സത്യസന്ധമായിട്ടുള്ള ഒരു ചിന്തകളാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ് എൻ്റെ മകൻ്റെ വിവാഹം. വിശാഖ് മഹേശ്വർ എന്ന എൻ്റെ മകനും ഗീതാഞ്ജലി എന്നുള്ള മകളും തമ്മിലുള്ള വിവാഹം ഈ ഫെബ്രുവരി 8-ാം തീയതി ഗുരുവായൂർ സന്നിധിയിൽ നടന്നു. ജീവിതത്തിൻ്റെ ഒരു തുടക്കം. ഞാൻ പോപ്പുലാരിറ്റിയും എഴുത്തും കഥയും കവിതയും സിനിമയും ഒക്കെ പ്രശസ്തിയുടെ കൊടുമുടി കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ പ്രശസ്തിയിൽ നിന്നും അകന്ന് ജീവിതത്തിൻ്റെ ലളിതമായ ഭാഗത്തൂടെ സഞ്ചരിക്കാനാണ് എൻ്റെ മകനിഷ്ടം. അതുകൊണ്ടാണ് നന്നായി പാടും. എൻ്റെ 1-2 ആൽബങ്ങളിലൊക്കെ പാടിയിട്ടുണ്ട്. നന്നായിട്ട് പുസ്തകങ്ങൾ വായിക്കും. ഇംഗ്ലീഷിൽ കവിതകളും കഥകളും ഒക്കെ ചെറുതായിട്ട് എഴുതും. സാഹിത്യ വാസനയുണ്ട്. പിന്നെ ജീവിതത്തിൻ്റെ ഭാഷ്യം, ജീവിതത്തിൻ്റെ വേഗത, ഇതൊക്കെ കൊണ്ട് ഒരു വേറൊരു പാത തിരഞ്ഞെടുത്ത് ജോലിയിലൊക്കെ വ്യാപൃതരായിട്ട് കഴിയുന്നു. പക്ഷേ നിരവധി പേർ പങ്കെടുത്ത ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് താലികെട്ടും, കൗസ്തുഭം എന്നുള്ള തൃശ്ശൂരുള്ള കല്യാണ മണ്ഡപത്തിൽ വെച്ച് 100-800 പേരുടെ സാന്നിധ്യത്തിൽ വിവാഹം നടത്തുകയും ഗുരുവായൂർ ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങിയെത്തുകയും ചെയ്തു. സ്വന്തം വീട്ടിൽ കുറച്ച് ലൈറ്റുകളും മാത്രം ഇട്ടു. നാടൊന്നടങ്കം ക്ഷണിച്ച് അവരെ വേണ്ട വിധം സൽക്കരിക്കാനും അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ, ചില സാങ്കേതിക തടസ്സങ്ങൾ ഒക്കെ ഉണ്ടായെങ്കിലും വളരെ നല്ല രീതിയിൽ അവരുടെ ജീവിതത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ. ഒരു വിവാഹ ഫോട്ടോ പോലും കൊടുക്കാത്തതും മറ്റൊന്നും കൊണ്ടല്ല. സ്വകാര്യമായിട്ടുള്ള ജീവിതത്തിൽ 10 പേർ അറിയണം, അല്ലെങ്കിൽ 10 പേർ അതേപ്പറ്റി പറയണം എന്നുള്ള ഉദ്ദേശങ്ങളൊന്നും എൻ്റെ മനസ്സിലില്ല. പക്ഷേ ഈ ദൈവം നൽകിയ ഈ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലൂടെയാണ് ഞാനന്ന് കടന്നുപോയത്. ഗീതാഞ്ജലി എന്നാണ് കുട്ടിയുടെ പേര്. തൃശ്ശൂർ സ്വദേശിയാണ്. അവരുടെ ജീവിതം തുടങ്ങുന്നു. 2026 എന്ന ഈ വർഷത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിലൊന്ന്. അതേപോലെ തന്നെ ഈ ഫെബ്രുവരി 12-ാം തീയതി ദിവസങ്ങൾക്ക് മുൻപെയാണ് ഞങ്ങളുടെ
വിവാഹ വാർഷിക ദിനവും. അന്നും പഴയകാലത്തിൻ്റെ നൈർമല്യം, പഴയകാലത്തെ അനുഭവങ്ങൾ, പഴയകാലത്തെ ഓർമ്മകൾ ഇതെല്ലാം മനസ്സിൽ തികട്ടി വന്നു. ആ അനുഭവങ്ങൾ ഒരു ഓർമ്മച്ചിപ്പിലൂടെ കടന്നു പോകുമ്പോൾ അതും ജീവിതത്തിൽ തന്ന ഒരു വലിയ സന്തോഷമാണ്. സാധാരണ എല്ലാ കൊല്ലവും വിവാഹ വാർഷികത്തിന് ഒരു ഫോട്ടോയൊക്കെ ഫേസ്ബുക്കിൽ കൊടുത്ത് കുറേ പേരുടെ അഭിനന്ദനങ്ങളൊക്കെ നേടാറുണ്ടായിരുന്നു. ഇത്തവണ എന്തോ അത് വേണ്ട എന്നൊരു തോന്നൽ. എങ്കിലും ഓർത്തെടുത്ത് അഭിനന്ദനം അറിയിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ ഉറ്റ സുഹൃത്തായ മുഹമ്മദ് സഗീർ വട്ടാരത്തിൽ. എന്തേ മറന്നുപോയോ അതേക്കുറിച്ചിട്ടൊക്കെ പറയാൻ എന്ന് പറയുമ്പോൾ ശരിക്കും ആഹ്ലാദത്തോടൊപ്പം ചിരിക്കാനാണ് തോന്നിയത്. കടലിലെ തിരമാലകൾ എത്രയോ കോടി തവണ കരയിലേക്ക് അടിക്കുന്നു, മടങ്ങുന്നു, കരയിലേക്ക് അടിക്കുന്നു, മടങ്ങുന്നു. അവിടെ തടസ്സങ്ങളൊന്നുമില്ല. ആ തിരമാലകൾ കരയെ സ്പർശിച്ച് മടങ്ങിപ്പോകുമ്പോൾ അത് ഒരു നിരന്തരമായിട്ടുള്ള ഒരു രീതിയാണത്. എന്ന പോലെ എൻ്റെ ജീവിതത്തിലെ മഹത്തായ 2 ദിനങ്ങളാണ് കടന്നുപോയത്. ഈ തിരക്കിനിടയിൽ കൃഷ്ണശിലയായി എന്നുള്ള പരമ്പരയെ അവരെക്കുറിച്ചിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളുമെല്ലാം പറയാനുള്ള സമയം കിട്ടിയില്ല. കല്യാണ തിരക്കും അതിനുവേണ്ട തയ്യാറെടുപ്പുകളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ ജീവിതത്തിലെ മഹത്തായ സുദിനം 2 കടന്നുപോയി. വീണ്ടും ഞാൻ എപ്പിസോഡിലേക്ക് മടങ്ങുകയാണ്. എല്ലാ നന്മകളും എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് വീണ്ടും എൻ്റെ സബരിയിലേക്ക് കടക്കട്ടെ. പക്ഷേ ഈ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ കടന്നുപോയതുകൊണ്ടാണ് ഇങ്ങനെ ചില വാക്കുകൾ പറയാം എന്ന് ചിന്തിച്ചത്. എല്ലാവർക്കും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണല്ലോ. എല്ലാവർക്കും സന്തോഷവും ജീവിതം സന്തോഷത്തിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സഫലമീ ജീവിതം എന്ന ഈ എപ്പിസോഡിൽ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം.